ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പം നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 9/6 ആയിരുന്നു. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ഇനിയും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇനിയും ഇപ്പോൾ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് പിന്നീട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനൊരു അവസരം ലഭിക്കുന്നതായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റിനൊക്കെ ശേഷം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 16/6/2025 ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് മൊത്തത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റ് പറയുന്നത് 16/6 മുതൽ 18/6 വൈകുന്നേരം 3 മണി വരെയാണ്. ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 21/6/2025 പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെല്ലാം യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. ആ ഒരു ഡേറ്റാണ് പിന്നെ പറയുന്നത് 21 25 വരെയാണ്. 21 മുതൽ 25 വരെയാണ്. ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 27/6 അതിനുശേഷമുള്ള യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് 27 മുതൽ 27 വരെയാണ് പറയുന്നത്. അതിനുശേഷം ഒരു എഡിറ്റ് ഓപ്ഷൻ പറയുന്നുണ്ട്. അത് 37 മുതൽ 47 വരെയാണ് പറയുന്നത്. പിന്നെ PWD കോട്ട റാങ്ക് ലിസ്റ്റ്, കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 30/6/2025 സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് 1/7/2025 അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത് 1/7/2025 അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 7/7/2025 ശേഷം നമ്മൾ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ പോയവർക്ക് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആ ഒരു ഡേറ്റാണ് പിന്നെ പറയുന്നത് 15/7/2025 മുതൽ 19/7/2025 വരെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതായത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾക്ക് മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. അതിൻ്റെ ഡേറ്റ് പറയുന്നത് 22/7/2025 അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സ് ആയിട്ടും സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് റാങ്ക് ലിസ്റ്റ് വൈസും ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ആ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 25/7/2025 പിന്നെ വീണ്ടും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ട്. അത് 29/7 നിങ്ങളുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് 25/8/2025 ഓക്കെ. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സ്, റാങ്ക് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കൺഫ്യൂഷൻ ആകണ്ട. അതൊക്കെ ഓരോരോ ടൈമിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും എല്ലാം അലോട്ട്മെൻറ്റ്സ് ആണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് മാറ്റങ്ങൾ വരുന്നത്. അത് ആ ഒരു ടൈമിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ഒരു അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്